ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇതൊരു സൺഡേ വ്ളോഗാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ സൺഡേയിലത്തെ അല്ല, ഇതിന് മുന്നത്തെ സൺഡേയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പപ്പടവും അതേപോലെ തന്നെ ഉണക്കപ്പയർ കുത്തി കച്ചിയതായിരുന്നു കേട്ടോ. കടലല്ലായിരുന്നു, ഉണക്കപ്പയറായിരുന്നു. പിന്നെ നമ്മൾ പുട്ടിന് നമ്മളെടുക്കുന്ന പൊടി എന്ന് പറയുന്നത് പൊൻകതിറിൻ്റെ കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉച്ചക്കലത്തെ കാര്യമായിട്ട് എന്താ പറയുക, ഉച്ചക്കൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ വൈകിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇനി ഇതിൽ നമ്മൾ എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും രാവിലത്തെ പുട്ട് പരിപാടിയുടെ കാര്യങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി. എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ബീച്ചിലേക്കാണ് പോകുന്നത്. വെറുതെ ഇങ്ങനെ വീട്ടിൽ നിന്നിപ്പോൾ ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പോയത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ മുനക്കൽ അഴീക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. ഈ ബീച്ചിലേക്ക് ഞങ്ങൾ ലാസ്റ്റ് വന്നത് എന്നാ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകാറുണ്ട് കേട്ടോ. കൊടുങ്ങല്ലൂർ ബീച്ചിൻ്റെ അവിടേക്ക് പോകാറുണ്ട്. ഈ ഒരു ബീച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ലാസ്റ്റ് ഞങ്ങൾ ഈ ബീച്ചിലേക്ക് വന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയായിരുന്നു. അവർ വന്നപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വന്നത്, പിന്നെ പോണത് ഇപ്പോഴാണ്. അപ്പോൾ അവിടെ ഇതുപോലെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസം കേട്ടോ. നല്ല ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഒരു എന്താ പറയുക ബീച്ചാണ്. പിന്നെ അപ്പുറത്ത് കുട്ടികൾ കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കടകളുണ്ട്. പിന്നെ അതുപോലെ ഐസ്ക്രീമുകൾ എൻ്റെ ഇങ്ങനെ സൈക്കിൾ പോലത്തെ സംഭവങ്ങളില്ലേ, ഐസ്ക്രീം വണ്ടികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രസമാണ്, അത് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു സൺസെറ്റ് സമയത്ത് തന്നെയാണ് ഞങ്ങളവിടെ എത്തിയതും. നല്ല നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ അന്ന് കടൽ നല്ല തിരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രൂക്ഷമായിരുന്നു, ചെറുതായിട്ടൊക്കെ തിരിയൊന്ന് പേടിയൊക്കെ തോന്നുന്ന രീതിയിലൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടലിൽ അവിടേക്കൊക്കെ എത്തി. ഞങ്ങളവിടുന്ന് ഞാനും മനുവും ഐസ്ക്രീം കഴിച്ചു. പിന്നെ വിക്രം കപ്പലണ്ടി വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് നടന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് അകലെയായിരുന്നു. അവിടുന്ന് ആ ഒരു എൻഡിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് നടന്നു. അത് ശരിക്കും പറഞ്ഞാലേ എന്താണെന്നറിയോ, അവിടെ ചെന്നപ്പോഴാണ് ഒരു സത്യം അറിഞ്ഞത്. സത്യം എന്നുള്ള എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതായത് ഇതൊരു എന്താ പറയുക, ഒരു കായലിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു കടലും കായലും കൂടിയാണ്. അതായത് കടലും കായലും അങ്ങനെ യോജിച്ചു പോകുന്ന ഒരു ഭാഗം. പിന്നെ ആ കാണുന്ന ഭാഗമല്ലേ, അതാണ് മുനമ്പം ബീച്ച്. മുനമ്പം, അതായത് കൊടുങ്ങല്ലൂർ മുനമ്പം ബീച്ചാട്ടോ. ശരി, ആദ്യം അത് ഞങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വിക്രമിന് ഡൗട്ട് ഉണ്ട്. വിക്രമിന് അത് ഏതാ ഭാഗം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരാളോട് ചോദിച്ചു, അതേത് ബീച്ചാ ഭാഗം എന്ന് പറഞ്ഞപ്പോൾ മുനമ്പം ബീച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുനമ്പം അഴീക്കോടൊക്കെ ഏകദേശം ഒക്കെ ഒരു അടുത്തടുത്തായിട്ട് ആണ് നമുക്ക് തോന്നും. പക്ഷെ ദൂരമുണ്ട്, അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മുനമ്പം ബീച്ചിലേക്കും നമ്മൾ പോയതിന് മുന്നേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അവിടെ പോയതിൻ്റെയൊക്കെ. ഇപ്പോൾ കടലുണ്ട്, നല്ല രൂക്ഷമായിരുന്നു കടൽ. ഇതൊന്നും കണ്ടില്ലേ, തിരയൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. അതുപോലെ തന്നെ ഈ ഫിഷിങ്ങിന് പോയിട്ടുള്ള ബോട്ടുകളൊക്കെ തിരിച്ചു വരുമ്പോൾ ഈ തിരയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ, ആടി ഒലഞ്ഞാണ് അങ്ങോട്ട് വരിക. അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും, ഇത് മറിയോ അവർക്ക് സ്ഥിരമാണ്, അവർക്കത് ഒരു എന്താ പറയുക, പോയി ശീലമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നും. കാരണം കണ്ടില്ലേ,
ഭയങ്കര ഇങ്ങനെ ആടി ഒലഞ്ഞിട്ടായിരുന്നു. കണ്ടില്ലേ തിര കണ്ടില്ലേ, ഭയങ്കര ഇതായിട്ടായിരുന്നു കടലുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടോ, അത് ശരിക്കും കാണണം. നല്ല ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് പേടി പോലൊക്കെ തോന്നും. പിന്നെ അന്ന് മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. കണ്ടില്ലേ ബോട്ട് വരണുണ്ടോ, ആ ഒരു തിരക്കോട് ഇങ്ങനെ ആടി ഒലഞ്ഞ് വീഴാൻ പോണ പോലെയൊക്കെയാണ്, ചെരിഞ്ഞ് ഒക്കെയാണ് പോണത്. ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടു നോക്കേ. പിന്നെ ഇരുട്ടൊക്കെ ആവാറായപ്പോൾ ഞങ്ങൾ പോന്നു. ഞങ്ങളൊരു 4:30 5 മണിയൊക്കെ ആകുമ്പോൾ, 4:30ക്കൊക്കെ എത്തിയെന്ന് തോന്നുന്നുണ്ട്. അവിടെ എത്തി നേരത്തെ പോയിണ്ടായി. 4:30ക്കാണോ അത് 5 മണിക്ക് എത്തിയിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 7 7:30 ആയപ്പോൾ പോന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് വീട്ടിലേക്ക്. അപ്പോൾ കണ്ടില്ല, നല്ല രസം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കടലെന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ കടലിൽ, അതായത് ബീച്ചിൽ പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം മനസ്സിന് ഭയങ്കര അതിപ്പോൾ നമുക്ക് എന്ത് ഫീലിംഗ് ആയാലും ശരി, ഒരു രസമാണ് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക, കാറ്റ് കൊള്ളുക, ഒരു പ്രത്യേക ഒരു ഫീലിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾക്ക് കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലൊക്കെ ആടിയിട്ടോ. തനിനാടെന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് വന്നിരുന്നു. ഫുഡ് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചിക്കൻ 65 കൊള്ളായിരുന്നു, ബാക്കിയൊന്നും അത്ര. പിന്നെ ഞങ്ങൾ ചില്ലി പനീറാണ് കൂടെ ഞാൻ വാങ്ങിച്ചു, പക്ഷെ അതൊന്നും നന്നായേ ഇല്ല, ഉള്ളുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോരാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കാണാം. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ എന്തോ കൊടുങ്ങല്ലൂർ ഈ മുനക്കൽ അഴീക്കോട് ബീച്ചിലേക്കൊന്ന് വന്നു നോക്കണം. നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ, നല്ല അടിപൊളിയാണ്. ബീച്ച് അല്ലെങ്കിലും എവിടെ പോയാലും നല്ല രസം തന്നെയാണ്, അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും ഒന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഔട്ടിങ് ചെയ്ത് കണ്ടോ. ഞങ്ങൾ 2 പേരും കൂടി, ഞാനും അനിയും കൂടി ഇരുന്ന് ഊഞ്ഞാലാടുന്ന കാര്യങ്ങളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ബൈ ബൈ, സി യു. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.